എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ടിഷ്യൂല് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ അടിയിലൊരു ടിഷ്യൂ ഇടും, പിന്നെ മുകളിലൊരു അങ്ങനെ ടിഷ്യൂ ഇടും. ആ മുകളിൽ ഇങ്ങനെ ഇത് കണ്ടോ, ഈ ടിഷ്യൂ ഇട്ടതിനകത്ത് കണ്ടോ ഈർപ്പം കണ്ടോ, അതിനങ്ങനെ ഇടുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കിതൊന്ന് മെഴുക്കുവരട്ടി വെക്കാം. ആ ടിഷ്യൂ ഇനി കൊള്ളില്ല കേട്ടോ. ഈ വെണ്ടയ്ക്കയുടെ കൂടെ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇടാം. പിന്നീട് ഒരു 4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പീലർ ഉള്ളത് കൊണ്ട് നല്ല കേട്ടോ. പീലർ, ചോപ്പർ ഇതെല്ലാം ഉള്ളത് വളരെ ഉപകാരമാണ്. നമുക്കിതെല്ലാം പീൽ ചെയ്ത് എടുത്തിട്ട് ഇനി ബാക്കി ഇത് കൂടെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇവിടെ ആണെങ്കിൽ വെണ്ടയ്ക്ക മാത്രം ഇട്ട് ഇപ്പം മെഴുക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ അവർ കൂട്ടില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇടുവാണെങ്കിൽ കൂട്ടിക്കോളും. ഇപ്പം ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ വട്ടത്തിലരിഞ്ഞാണ് ഇടുന്നത്. അത് കാരണം കൊണ്ടാണ് ഇപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ നീളം കഷ്ണങ്ങളാക്കി എടുക്കത്തില്ലേ, അവിയലിനൊക്കെ അരിയുന്നതിൻ്റെ അതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കത്തില്ലേ, അങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ വെണ്ടയ്ക്കയാണെങ്കിൽ വട്ടത്തിലരിഞ്ഞാണ് ഇടുന്നത്. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ കഴുകിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അഴുക്ക് വരുമ്പോൾ ഒരു കേട് പോലൊക്കെ വരുന്ന അത് നമുക്ക് ചെത്തിക്കളയാം കേട്ടോ. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചേക്കാം. നമുക്ക് വെണ്ടയ്ക്ക അതിൻ്റെ ഈ ഒരു വശവും ഈ ഒരു വശവും മൂത്ത വെണ്ടയ്ക്ക കേട്ടോ. നമുക്കിങ്ങനെ പിന്നെ വെണ്ടയ്ക്ക മുറിച്ചെടുക്കുന്ന സമയത്ത് നോക്കിക്കോണം, ഇത് പുഴു വല്ലതും ഉണ്ടോന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് മൂത്ത വെണ്ടയ്ക്ക ചിലത്. ഇതിൻ്റെ കൂടെ സവാളയും കൂടി ഇട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഞാൻ പക്ഷെ ഇന്നിപ്പം സവാള ഇടുന്നില്ല. കട്ടിംഗ് ബോർഡ് എടുത്തു. ഇപ്പം കട്ടിംഗ് ബോർഡ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 2-3 എണ്ണം കൂട്ടിപ്പിടിച്ച് ചെയ്യാമല്ലോ. അതിൻ്റെ ഇത് കണ്ടോ, ഇത് അഴുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നോക്കിക്കോണേ. അപ്പം ഇങ്ങനെ വെച്ച് വളരെ പെട്ടെന്ന് കാര്യം കഴിയും. കൈ കൂടെ കൂട്ടി അരിഞ്ഞു.
ഇത് നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ. ഇതിൻ്റെ ഒരു പണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നേരത്തെ എൻ്റെ കയ്യിൽ വേറെ ഇതിൻ്റെ കൂട്ട് അന്ന് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് മേടിച്ചു വന്ന കൂട്ടത്തിലുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. അതാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഇത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ അത് പോയി കഴിഞ്ഞപ്പം ഇതെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വില മനസ്സിലായത്. ഇതിന് അതിലും നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു. ജസ്റ്റ് നടുക്കൂടെ ഒന്ന് അങ്ങനെ ഇങ്ങനെ ഒന്ന് മുറിക്കുന്നതേ ഉള്ളൂ. ഇതേ കേട്ടോ, ഇങ്ങനെ ഒന്ന് മുറിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ വെണ്ടയ്ക്കായും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് മെഴുക്ക് പുരട്ടി വെക്കാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ആണെങ്കിൽ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണിച്ചു തരുന്നത് എൻ്റെ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആണെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ആദ്യമാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എനിക്ക് തോന്നുന്നു പല നാട്ടിലാണെങ്കിൽ പല രീതിയിലല്ലേ ഇത് പറയുന്നത്. നമ്മൾ പറയുന്നത് മെഴുക്ക് പുരട്ടി വെക്കുക എന്ന് പറയുന്നു. ചിലടത്ത് പറയും ഉപ്പേരി വെക്കുക എന്ന് പറയും. ഉപ്പേരി വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത്തയ്ക്ക ഉപ്പേരി, അതുപോലെ തന്നെ ചക്ക ഉപ്പേരി അങ്ങനെ പറയത്തില്ലേ. ഉപ്പേരി ഇങ്ങനെ കറുമുറ കടിച്ച് എടുക്കുന്നത്, അതിനെ നമ്മൾ ഉപ്പേരി പറയുന്നത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇത് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിക്കോണം, നമ്മൾ ഓൾറെഡി പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് എടുക്കുന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരുപാട് മുളക് പൊടി ഇടണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങ് ഏത് പരുവമായി നോക്കാം. ഉരുളക്കിഴങ്ങ് ഏകദേശം കണ്ടോ, ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്തല്ല, ഒന്ന് വഴറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ നമ്മൾ കഴുകി ഇട്ട് പിന്നെ മുറിച്ചെടുത്തതാട്ടോ. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതിൽ കുറച്ച് സവാളയോട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോൾ ഈ സവാളയോട് ഇട്ട് കൊടുത്താലോ എന്ന് തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടാണെങ്കിൽ ഇട്ട് കൊടുക്കണം. കാരണം നമ്മളാണെങ്കിൽ ആദ്യം ഉരുളക്കിഴങ്ങിന് വേണ്ടിയുള്ള ഉപ്പേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് അതൊന്ന് വഴണ്ട് കിട്ടട്ടെ. എന്നിട്ട് നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക്
നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വെണ്ടയ്ക്കായും കൂടെയുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വെണ്ടയ്ക്ക മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ കൂടെ സവാളയോട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും കുറവൊന്നുമല്ല. പിന്നെ എരിയൊക്കെ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇടാവൂ കേട്ടോ. അപ്പോൾ ശരി.